മജ്ജ്‌മ നികായ 124 ബാകുലസൂത്ത്. ഒരു വ്യക്തി ഭിക്ഷുവായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടാകും, എന്തെല്ലാമാണ് ഒരു യഥാർത്ഥ ഭിക്ഷുവിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത് ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ആയുഷ്മാൻ ബാകുലൻ രാജഗൃഹത്തിൽ വിഹരിക്കുകയായിരുന്നു. അവിടെയുള്ള മുളയുടെ വനത്തിൽ അണ്ണാന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് വിഹരിക്കുകയായിരുന്നു. ആയുഷ്മാൻ ബാകുലൻ ഗൃഹസ്ഥനായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മിത്രം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കസ്സബ ആയിരുന്നു. ആ കസ്സബൻ ഇപ്പോൾ നഗ്നനായിട്ടുള്ള പരിവ്രാജകനാണ്. നഗ്നനായിട്ടുള്ള സന്യാസിയായിട്ടുള്ള കസ്സബൻ ആയുഷ്മാൻ ബാകുലിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തതിന് ശേഷം കുശല പ്രശ്നങ്ങൾ ചെയ്തു. അഭിവാദ്യങ്ങൾക്കും കുശല പ്രശ്നങ്ങൾക്കും ശേഷം ആയുഷ്മാൻ കസ്സബൻ ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ആയുഷ്മാൻ ബാകുലിനോട് ഇങ്ങനെ പറഞ്ഞു: മിത്ര ബാകുല, താങ്കൾ ഭിക്ഷുവായിട്ട് എത്ര കാലമായി? സന്യാസിയായിട്ട് എത്ര കാലമായി? അപ്പോൾ ആയുഷ്മാൻ ബാകുലൻ പറഞ്ഞു: മിത്ര, ഞാൻ സന്യാസിയായിട്ട് 80 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നഗ്നസന്യാസി കസ്സബൻ ആയുഷ്മാൻ ബാകുലിനോട് പറഞ്ഞു: മിത്ര ബാകുല, ഈ 80 വർഷങ്ങളിൽ താങ്കൾ എത്ര പ്രാവശ്യം മൈഥുനധർമ്മത്തെ സേവിച്ചു? അതായത് സ്ത്രീ പുരുഷ സംബന്ധം എത്ര തവണയുണ്ടായി? മിത്ര കസ്സബ, താങ്കൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. അതിനു പകരം താങ്കൾ ഇങ്ങനെ ചോദിക്കണം: ഈ 80 വർഷങ്ങളിൽ താങ്കളിൽ എത്ര തവണ കാമസഞ്ജ ഉൽപ്പന്നമായി? അതായത് മനസ്സിൻ്റെ ഒരു ഭാഗമാണ് സംഖ്യ. ആ സംഖ്യയിൽ കാമവിചാരത്തെക്കുറിച്ചുള്ള സംഖ്യ എത്ര പ്രാവശ്യം ഉണ്ടായി? മിത്ര ബാകുല, ഈ 80 വർഷങ്ങളിൽ എത്ര തവണ താങ്കളുടെ മനസ്സിൽ കാമസംഖ്യ ഉൽപ്പന്നമായി? അപ്പോൾ ആയുഷ്മാൻ ബാകുലൻ പറഞ്ഞു: മിത്ര, ഈ 80 വർഷങ്ങളിൽ ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ കാമസംഖ്യ ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇത് ആയുഷ്മാൻ ബാകുലിൻ്റെ അത്ഭുതവും ആശ്ചര്യവുമായിട്ടുള്ള ഒരു ഗുണമായിട്ട് നമ്മൾക്ക് ഓർമ്മിക്കാവുന്നതാണ്. മിത്ര, ഈ 80 വർഷങ്ങളിൽ ഒരിക്കലും എൻ്റെ മനസ്സിൽ വ്യാപാദസഞ്ജ അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ സംഖ്യ ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ 80 വർഷങ്ങളിൽ ഒരിക്കലും എൻ്റെ മനസ്സിൽ വിഹിംസ സംജ്ഞ, അതായത് ഹിംസയുടെ സംജ്ഞ ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇതും നമ്മൾ ആയുഷ്മാൻ ബാകുലിൻ്റെ ആശ്ചര്യവും അത്ഭുതകരവുമായിട്ടുള്ളൊരു ഗുണമായിട്ട് ഓർക്കാവുന്നതാണ്. മിത്ര, ഈ 80 വർഷങ്ങളിൽ എൻ്റെ മനസ്സിൽ ഒരിക്കലും കാമവിതർക്കം ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കാമവിതർക്കം എന്ന് പറയുമ്പോൾ കാമത്തെ പറ്റിയുള്ള ചിന്ത. ഈ 80 വർഷങ്ങളിൽ ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ വ്യാപാദ വിതർക്കം, ദ്വേഷത്തിൻ്റെ വിതർക്കം ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ 80 വർഷങ്ങളിൽ ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ വിഹിംസാ വിതർക്കം, ഹിംസയെ പറ്റിയുള്ള ചിന്ത ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇതും ആയുഷ്മാൻ ബാകുലിൻ്റെ അത്ഭുതവും ആശ്ചര്യകരവുമായിട്ടുള്ളൊരു ഗുണമായിട്ട് നമുക്ക് ഓർക്കാവുന്നതാണ്. മിത്ര, ഈ 80 വർഷങ്ങളിൽ ഒരിക്കൽ പോലും ഞാൻ ഗൃഹസ്ഥനിൽ നിന്ന് ചീവരം സ്വീകരിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ചീവരം എന്ന് പറയുന്ന സമയത്ത് ധരിക്കാനുള്ള വസ്ത്രം. ഈ 80 വർഷങ്ങളിൽ ഒരിക്കൽ പോലും ഞാൻ ചീവരത്തെ ഒരു കത്തി കൊണ്ട് മുറിച്ചതായിട്ട് ഓർക്കുന്നില്ല. ഈ 80 വർഷങ്ങളിൽ ഒരിക്കൽ പോലും ഒരു ചീവരത്തെ ഞാൻ സൂചി കൊണ്ട് തുന്നിയതായിട്ട് ഓർക്കുന്നില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ ചീവരത്തെ നിറം മുക്കിയതായിട്ട് ഓർക്കുന്നില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ചീവരം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒരു ചീവരത്തെ തുന്നിയതായിട്ട് ഓർക്കുന്നില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും എൻ്റെ സബ്രഹ്മചാരികൾ ചീവരം ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി, ചീവരത്തിന് വേണ്ടി ഞാൻ എങ്ങും പോയിട്ടില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ ആരുടെയും നിമന്ത്രണം സ്വീകരിച്ചിട്ടില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ ആരെങ്കിലും എന്നെ നിമന്ത്രണം ചെയ്യണം എന്നുള്ള ചിന്ത എന്നിൽ ഉണ്ടായിട്ടില്ല. നിമന്ത്രണം എന്ന് പറയുമ്പോൾ ക്ഷണിക്കുക. ഈ 80 വർഷങ്ങളിൽ ഒരിക്കലും എൻ്റെ മനസ്സിൽ എന്നെ ആരെങ്കിലും ക്ഷണിച്ചിരുന്നുവെങ്കിൽ എന്ന ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. ഈ 80 വർഷങ്ങളിൽ ഒരിക്കൽ പോലും ഞാൻ ആരുടെയും വീടിൻ്റെ ഉള്ളിൽ ഇരുന്നതായിട്ട് ഓർക്കുന്നില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ ആരുടെയെങ്കിലും വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ഭക്ഷിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല.
ഈ 80 വർഷങ്ങളിൽ ഒരിക്കൽ പോലും ഒരു സ്ത്രീയുടെ ശരീരത്തെപ്പറ്റിയുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും 4 വരി ചൊല്ലാനെടുക്കുന്ന സമയം പോലും ഒരു സ്ത്രീയെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഭിക്ഷുണികളുടെ നിവാസ സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഭിക്ഷുണികളെ പഠിപ്പിച്ചിട്ടില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ അഭ്യസിക്കുന്ന ഭിക്ഷുണികളെ പഠിപ്പിച്ചിട്ടില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ പുതിയ ഭിക്ഷുണികളെ അല്ലെങ്കിൽ ശ്രാമണേരികളെ പഠിപ്പിച്ചിട്ടായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഭിക്ഷുണികൾക്ക് പ്രവചി കൊടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഭിക്ഷുണികൾക്ക് ഉപസമ്പദ കൊടുത്തതായിട്ട് ഓർക്കുന്നില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഭിക്ഷുണികൾക്ക് ആശ്രയം കൊടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു ശ്രാമണനെ അല്ലെങ്കിൽ ഒരു പുതിയ ഭിക്ഷുവിനാൽ എന്നെ പരിചരിക്കാൻ നിർദ്ദേശിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു സ്നാനഗ്രഹത്തിൽ കുളിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും സ്നാനചൂർണം കൊണ്ട് കുളിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും എൻ്റെ സബ്രഹ്മചാരികളെ കൊണ്ട് എന്നെ ഒഴിയിപ്പിച്ചതായിട്ട് മസാജ് ചെയ്യിപ്പിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും പശുവിൻ്റെ ഒരു അകിട് വലിക്കുന്ന സമയം വരെ രോഗബാധിതനായിട്ട് ഇരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു കടുക്കിയുടെ തുണ്ടിൻ്റെ അത്രയും തന്നെ മരുന്ന് സേവിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും എവിടെയെങ്കിലും ചാരി ഇരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും എനിക്ക് കിടക്ക വിരിച്ചതായിട്ട് ഓർക്കുന്നില്ല. ഇതിൽ മിക്കതും കഠിനമായിട്ടുള്ള തപശ്ചര്യകളാണ്. ഉദാഹരണമായിട്ട് കിടക്കയിൽ കിടക്കുന്നില്ല എങ്കിൽ അത് ഇരുന്നു കൊണ്ട് ധ്യാനിക്കുന്ന ഭിക്ഷുവാണ്. അതേപോലെ തന്നെ ചാരി ഇരിക്കുന്നില്ല എങ്കിലും ആ ഭിക്ഷു ഇരുന്നു കൊണ്ട് തന്നെയാണ് ധ്യാനിക്കുന്നത്. 24 മണിക്കൂറും അത്തരത്തിൽ ഇരുന്നു കൊണ്ട് ധ്യാനിക്കുന്ന കിടക്കാത്ത ഭിക്ഷുക്കൾ ഇന്നുമുണ്ട്. നാഗ്പൂരിൽ ഒരു ബന്ദേ ജ്ഞാനജ്യോതിയുണ്ട്. ഈ ഭിക്ഷു ഒരിക്കലും കിടക്കാറോ അല്ലെങ്കിൽ ചാരി ഇരിക്കാറോ ഇല്ല. 24 മണിക്കൂറും ഇരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഉറങ്ങിയാണെങ്കിലും ഇരുന്നു കൊണ്ട് തന്നെയാണ് ഉറങ്ങുന്നത്. ഇത് ദൂതാംഗത്തിൽപ്പെട്ട ഒരു തപശ്ചര്യയാണ്, അതായത് കഠിനമായിട്ടുള്ള തപശ്ചര്യയാണ്. ഈ 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഒരു ഗ്രാമത്തിൽ വർഷാവാസം ചെയ്തതായിട്ട് ഓർക്കുന്നില്ല. വർഷാവാസം എന്ന് പറയുന്ന സമയത്ത് മഴക്കാലത്ത് 4 മാസങ്ങൾ ഒരു ഭിക്ഷു ഒരു സ്ഥലത്ത് തന്നെ കഴിച്ചു കൂട്ടും. ഇതും ആയുഷ്മാൻ ബാകുലൻ്റെ ഒരു അത്ഭുതവും ആശ്ചര്യമായിട്ടുള്ള ഗുണമായിട്ട് നമുക്ക് ഓർക്കാവുന്നതാണ്. മിത്രമേ, 7 ദിവസങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെ അന്നം ഞാൻ ഒരു കടക്കാരനെ പോലെ കഴിച്ചിരുന്നു. എന്നാൽ 8ാമത്തെ ദിവസം ഞാൻ നിർവ്വാണം നേടി. ഇതും ആയുഷ്മാൻ ബാകുലിൻ്റെ ഒരു അത്ഭുതകരവും ആശ്ചര്യകരവുമായിട്ടുള്ള ഒരു ഗുണമായിരുന്നു എന്ന് നമ്മൾക്ക് ഓർക്കാവുന്നതാണ്. അപ്പോൾ നഗ്നനായിട്ടുള്ള കസബ സന്യാസി ആയുഷ്മാൻ ബാകുലിനോട് പറഞ്ഞു, മിത്ര ബാകുല, ഈ ധർമ്മവിനയത്തിൽ എനിക്ക് സന്യാസിയാകാൻ സാധിക്കുമോ? എനിക്ക് പ്രവജ്യ തരുമോ? അങ്ങനെ ആ നഗ്നനായിട്ടുള്ള സന്യാസി കസബൻ ഈ ധർമ്മവിനയത്തിൽ പ്രവജ്യ സന്യാസം നേടി. ആയുഷ്മാൻ കസബൻ പ്രവജ്യ നേടിയിട്ട് അധികകാലം ആയിട്ടില്ല. അതിനു മുൻപ് തന്നെ ആയുഷ്മാൻ കസബൻ ഒരിടത്ത് താമസിച്ചുകൊണ്ട്, ഏകാന്തമായിട്ട് താമസിച്ചുകൊണ്ട്, വളരെ ജാഗ്രതയോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി ഈ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ലക്ഷ്യം നേടി, അതായത് നിർവ്വാണം നേടി. ഒരു കുലപത്രൻ ഏതിനു വേണ്ടിയിട്ടാണോ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തീരുന്നത്, ആ ലക്ഷ്യം ആയുഷ്മാൻ കസബൻ ഈ ജന്മത്തിൽ തന്നെ നേടി. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ മനസ്സിലാക്കി, എൻ്റെ പുനർജന്മം അവസാനിച്ചു, ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയായി, ഏതൊന്ന് ചെയ്യണമോ അത് ഞാൻ ചെയ്തു, ഇനി ഒരു ഭവത്തിലും എനിക്ക് പുനർജന്മം ഉണ്ടാകുന്നതല്ല. അങ്ങനെ ആയുഷ്മാൻ കസബൻ അർഹന്തന്മാരിൽ ഒരാളായിട്ട് തീർന്നു. കുറേ സമയത്തിന് ശേഷം ആയുഷ്മാൻ ബാകുല തൻ്റെ വിഹാരത്തിൻ്റെ ചാവിയും കൊണ്ട് ഓരോ വിഹാരത്തിലും പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, മറ്റുള്ളവരുടെ താമസ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു,
ആയുഷ്മാന്മാരെ വരൂ, ആയുഷ്മാന്മാരെ വരൂ, ഇന്ന് എൻ്റെ പരിനിർവാണത്തിൻ്റെ ദിവസമാണ്. പരിനിർവാണം എന്ന് പറയുന്ന സമയത്ത് ശരീരം ഉപേക്ഷിക്കേണ്ട ദിവസം. ഇതും ആയുഷ്മാൻ ബാകുലിൻ്റെ അത്ഭുതകരവും ആശ്ചര്യകരവുമായിട്ടുള്ള ഒരു ഗുണമാണ്. നമുക്ക് അത് ഓർക്കാവുന്നതാണ്. അതിനുശേഷം ആ ഭിക്ഷുസംഘത്തിൻ്റെ മധ്യത്തിൽ ഇരുന്നതിന് ശേഷം ആയുഷ്മാൻ ബാകുല തൻ്റെ ശരീരം ഉപേക്ഷിച്ചു, പരിനിർവാണം നേടി. ഇതും ആയുഷ്മാൻ ബാകുലിൻ്റെ അത്ഭുതകരവും ആശ്ചര്യ ആയിട്ടുള്ള ഒരു ഗുണമായിട്ട് നമ്മൾക്ക് ഓർക്കാവുന്നതാണ്. ബാകുല സൂക്തം നിഠിതം. ഒരു യഥാർത്ഥ ഭിക്ഷു എപ്രകാരമാണ് ജീവിച്ചിരുന്നത് എന്ന് ഈ സൂക്തത്തിൽ വളരെ വ്യക്തമാണ്. ഇത് വളരെ പ്രേരണ നൽകുന്ന ഒരു സൂക്തമാണ്. സൂക്തം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂക്തങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.